السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അവൻ വിജയത്തിൽ എത്തണമെന്നതാണ്. അത് ഏത് മേഖലയിലും അങ്ങനെയാണ്. വിജയം മനുഷ്യൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ എന്നതല്ല, ഏതൊരു ജീവിയും അതിന്റെ ശ്രമം വിജയിക്കണമെന്ന് ആഗ്രഹിക്കാണ്. ഇര പിടിക്കാൻ വേണ്ടി കുതിക്കുന്ന ഒരു ജീവി അതിന്റെ ഇരയെ കീഴടക്കി വിജയം സ്ഥാപിക്കാണ് അവിടെ. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ അനിഷേധ്യമായി ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിജയം എന്നത്. യഥാർത്ഥ വിജയം ഉണ്ട്. എല്ലാ വിജയങ്ങളെക്കാളും വലിയ ഏറ്റവും വലിയ വിജയം, വമ്പിച്ച വിജയം, പരമമായ വിജയം, അങ്ങനൊന്നും അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകണം. അതാണ് അതിൻ്റെ ഒരു ന്യായം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അവന്റെ സൃഷ്ടിയിൽ ആ വമ്പിച്ച വിജയം ഉണ്ട് എന്ന് സ്ഥാപിക്കാണ്. ആ വമ്പിച്ച വിജയം പരലോക വിജയമാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനുവേണ്ടിയുള്ളതായ പ്രയത്നങ്ങൾ, അതിനുവേണ്ട ജോലികൾ, ഇതൊക്കെ തന്നെയാണ് ദുനിയാവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് യഥാർത്ഥ വിജയി? ആ വമ്പിച്ച വിജയം കിട്ടിയവർ ആര്? പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരാണ് യഥാർത്ഥ വിജയി? ആരാണ് യഥാർത്ഥ വിജയി? ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന. നരകത്തിൽ നിന്നും അകറ്റപ്പെട്ടു, സ്വർഗപ്രവേശം ഉറപ്പിക്കപ്പെട്ടു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നരകത്തിൽ നിന്നും അകറ്റപ്പെട്ടു, സ്വർഗപ്രവേശം ഉറപ്പിക്കപ്പെട്ടു, അവനാണ് യഥാർത്ഥ വിജയി എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനൊരു വിജയം, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം ദുനിയാവിൽ അവൻ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ്. ദുനിയാവിന്റെ പിന്നാലെ അതിന്റെ ശാശ്വതമായ മോഹങ്ങൾ എന്ന് നീ ധരിച്ച് ദുനിയാവിന്റെ പിന്നാലെ, ദുനിയാവിലേത് എല്ലാം ശാശ്വതമാണ് എന്ന മോഹങ്ങളാൽ നീ വഞ്ചിക്കപ്പെട്ടു പോവല്ലേ. ഇത് വെറും നൈമഷികമാണ് എന്ന് ഖുർആൻ. അപ്പൊ യഥാർത്ഥ വിജയി നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് സ്വർഗം കിട്ടിയവനാണ്. അങ്ങനെ ഒരു വിജയി ഉണ്ട് എങ്കിൽ, അങ്ങനെ ഒരു വിജയത്തിലേക്ക് പോകണമെങ്കിൽ 7 അടയാളങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. പരിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെയും സമഗ്രമായി പഠിച്ചിട്ട് മഹാന്മാരായ തസവുഫിന്റെ ഉലമാ, മഹാനായ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഅ്തിസാമിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാണോ അവനിൽ 7ഓളം അടയാളങ്ങൾ കാണാൻ കഴിയും. قال أبو علي الحسن بن علي الجوزجاني رحمة الله عليه من علامات السعادة على العبد. ഒരു മനുഷ്യന്
വിജയം ഉണ്ടിയെങ്കിൽ ആ വിജയത്തിന് അടയാളങ്ങളുണ്ട്. അടയാളങ്ങൾ 7ഓളം അടയാളങ്ങൾ കാണപ്പെടുമെന്നാണ് പറയുന്നത്. 7ഓളം അടയാളങ്ങൾ കാണപ്പെട്ടാൽ ആ മനുഷ്യൻ വിജയിയാണെന്ന് ഉറപ്പിക്കാം. ഒന്നാമത്തേത് തൈസീറു ത്വാഅ അലൈഹി, ആരാധനകൾ ഭാരമില്ലാതെ തോന്നുന്നു. ആരാധനകൾക്ക് യാതൊരുവിധ ഭാരമില്ല. ഒന്നാമത്തെ അടയാളമാണ്. ഇബാദത്തുകളോട് ഒരു ഭാരവും തോന്നുന്നില്ല, ഇബാദത്തൊക്കെ എളുപ്പമായി തോന്നുന്നു എന്നത് ഒരു വിജയത്തിന്റെ അടയാളം. ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ്. പരമാവധി നമ്മുടെ പ്രവർത്തനങ്ങൾ സുന്നത്തുകളോട് യോജിച്ചു പോകുന്നു എന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ അടയാളം അതാണ്. മൂന്നാമത്തേത് നമ്മുടെ ബന്ധപ്പെടലുകൾ മുഴുവൻ നല്ല മനുഷ്യന്മാരായിട്ടാണ്, സ്വാലിഹീങ്ങളായിട്ടാണ്. കച്ചവടമായാലും ബിസിനസ് ആയാലും, എന്തിനേറെ ഒരു കടയിലെ സാധനങ്ങൾ വാങ്ങുന്നത് പോലും ഒരു നല്ല മനുഷ്യൻ്റെത് എന്ന് പോലും തിരഞ്ഞെടുക്കാം. ബന്ധങ്ങൾ മുഴുവൻ സ്വാലിഹീങ്ങളോട് അല്ലെങ്കിൽ സ്വലാഹിയത്തിൽ നിലനിൽക്കാനുള്ള ബന്ധങ്ങൾ, അതാണ് സച്ചരിതരോടുള്ള സഹവാസം. അതാണ് മൂന്നാമത്തെ അടയാളം. നാലാമത്തേത് ഹുസ്നു അഖ്ലാഖിഹി മഅൽ ഇഖ്വാൻ, നമ്മുടെ സ്വഭാവം, നല്ല പെരുമാറ്റം, നമ്മുടെ കൂടെ ഉള്ളവരോട് നല്ല പെരുമാറ്റം, സൽസ്വഭാവത്തിന്റെ പ്രകടനം, അതാണ് നാലാമത്തെ അടയാളം. അഞ്ചാമത്തെ അടയാളം വബദലു മഅറൂഫിഹി ലിൽ ഖൽഖ്, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെയോ ആറാമത്തെ അടയാളം വക്തിമാമുഹുലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഒരു മുസ്ലിം ആയതിന്റെ പേരിലാണ് എന്നുള്ള ഒരു വൈകാരികത ഉണ്ടല്ലോ, അത് അവനൊരു മുസ്ലിം ആയതിന്റെ പേരിലാണ് ഞാനിത് വേണ്ടാന്ന് വെച്ചത്, അവനൊരു മുസ്ലിം ആയതിന്റെ പേരില ഞാനൊന്ന് കണ്ണടച്ചത്, അങ്ങ് പോട്ടെ. ആ മുസ്ലിമാണെന്ന പരിഗണന, അതാണ് ആറാമത്തെ അടയാളം. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുമെന്നതിന്റെ അടയാളമാണ്. ഏഴാമത്തെ അടയാളം സമയബോധം, സമയം പാഴാക്കാതിരിക്കുക. ഇങ്ങനെ 7 അടയാളങ്ങൾ. ഒരു മനുഷ്യൻ പരലോകം വിജയിക്കും എന്നതിന്റെ 7 അടയാളങ്ങളായി മഹാന്മാർ പറഞ്ഞു. നമുക്കൊരല്പം ഇത് വിശദീകരിക്കലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കൂടിക്കാഴ്ച. നാം ഇന്നത്തെ കൂടിക്കാഴ്ച കൊണ്ട് ആഗ്രഹിക്കുന്നത് അല്ലാഹു തആല നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വിജയത്തിന്റെ 7 അടയാളങ്ങൾ, വിജയത്തിന്റെ 7 അടയാളങ്ങളിൽ ഒന്നാമത്തേത് തൈസീറു ത്വാഅത്തി അലൽ അബ്ദ്, ആരാധനകൾക്ക് ഭാരമില്ലാതെ തോന്നുക. ആരാധനകൾ ഭാരമില്ലാതെ തോന്നുന്നു. ആരാധനകൾ വളരെ എളുപ്പമാണ്. അത് അങ്ങനെ വരുമ്പോ ഏത് തണുപ്പത്തും സുബഹിക്ക് ഏത് കോരിച്ചൊരിയുന്ന മഴയത്തും എഴുന്നേറ്റ് വന്നുകൊണ്ട് സുബഹി നിസ്കാരത്തിന് ഒരു വിഷമമല്ല. ഭാരം തോന്നാതിരിക്ക മഹാന്മാരുടെ ജീവിതം. വാർദ്ധക്യത്തിൽ പോലും സുന്നത്ത് നിസ്കാരങ്ങൾ നിന്നുകൊണ്ട് തന്നെ നിർവഹിച്ച മഹാനാണ് മഹാനായ ഇമാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ പറയാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് ഉള്ളത്. ശാഫിഈ മദ്ഹബിലെ കിടയറ്റ പണ്ഡിതർ മഹാനായ സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി, വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രായം കേട്ടാൽ ഞെട്ടിപ്പോകും. അദ്ദേഹം നിന്നാണ് സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി നിർവഹിച്ചത്. മഹാനവറുകൾ നിന്നാൽ കിടന്നിങ്ങനെ ആടി ഉലയും, വീണു പോകുമോ എന്ന് തോന്നിപ്പോ. നല്ല പ്രായം. അത് സംബന്ധമായിട്ട് മഹാന്മാർ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അൽ കവാകിബു സായിറ ലി നജ്മുദ്ദീൻ അൽ ഗസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അൽ കവാകിബു സായിറ എന്ന് പറയുന്ന കിതാബ്, നജ്മുദ്ദീൻ അൽ ഗസി തങ്ങളുടെ അൽ കവാകിബു സായിറ എന്ന ഗ്രന്ഥത്തിൽ കാണാം, കാന സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി യുസല്ലി നവാഫില മഅ ഖിയാം, മഹാനവറുകൾ നിന്നുകൊണ്ടാണ് നിസ്കരിക്കാം. മിൻ ഖിയാം മഅ കിബരി സിന്നിഹി വബുലൂഗിഹി 100 സന ഔ അക്തറ, 100 വയസ്സ് കുറഞ്ഞത് അല്ലെങ്കിൽ അതിലധികം, 100 അതിൽ കൂടുതലോ വയസ്സ് പ്രായമുള്ളപ്പോഴും സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു സുന്നത്ത് നിസ്കാരങ്ങൾ നിന്നുകൊണ്ടാണ് നിർവഹിച്ചിരുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. 100 അതിൽ കൂടുതലോ വയസ്സ് പ്രായമുണ്ട്. നിന്ന് നിസ്കരിക്കുന്ന നേരത്തെ ചിലപ്പോ വീഴാൻ വേണ്ടി വലത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകും. ചില സമയത്ത് മഹാനവറുകൾ ഇടതുവശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിഞ്ഞ്, അതായത് അത്രയും
ഉറപ്പില്ല നിൽപ്പ്, ഏത് സമയവും വീഴും. അത്രത്തോളം ചാഞ്ഞും ചെരിഞ്ഞും ആടി ഉലയുമ്പോഴും രോഗം കൊണ്ടും വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ കൊണ്ടും പ്രായാധിക്യം കൊണ്ടും ആടി ഉലയാതെ നിൽക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോഴുണ്ട് ഒരാൾ ചോദിച്ചു, മഹാനായ സക്കരിയ്യ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിച്ചു, മഹാനവറുകളെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇരിക്കാലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ സ്വീകരിക്കാമല്ലോ, പിടിച്ചാണെങ്കിലും ഒന്ന് നിൽക്കാമല്ലോ, ഇങ്ങനെ എന്തിന് കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ ചോദ്യകർത്താവിനോട് പറഞ്ഞു, യാ വലദി, പൊന്നു മോനെ, അന്നഫ്സു മിൻ ശഅനിഹൽ കസൽ, എന്റെ ശരീരത്തിന്റെ ഒരു പ്രശ്നമാണ് മടി, അലസത. മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രധാന പ്രശ്നമാണ് അലസത. വഖാഫു അൻ തഗ്ലിബനി, ഞാനെങ്ങാനും ഇരുന്നോ അല്ലെങ്കിൽ ആശ്രയം സ്വീകരിച്ചോ നിസ്കാരത്തിൽ ഒരു ആനുകൂല്യത്തിന്റെ പഴുതിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം പിന്നീട് അത് തുടർന്ന് കിട്ടാൻ ആഗ്രഹിച്ചു പോകും. മനുഷ്യന്റെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗുണമല്ലേ അലസത. അലസത വന്നു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അങ്ങനെ വന്നാൽ പിന്നെ ഒരിക്കലും എന്റെ അലസത മാറാതിരിക്കുമോ? എന്റെ ഭയതാ. മരണം വരെ ഇങ്ങനെ നിസ്കരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. വിജയത്തിന്റെ അടയാളമാണിത്. വിജയത്തിന്റെ അടയാള ആരാധനകൾ ഭാരമായി തോന്നാതിരിക്കുക വിജയത്തിന്റെ അടയാളമാണ്. വിജയത്തിന്റെ അടയാളമാണ്. കേട്ടോളൂ, ഒരു ഹദീസ് പറയാം. എപ്പോഴും നമ്മൾ പറയാറുള്ളത് ബുഖാരിലുണ്ട്, മുസ്ലിമിലുണ്ട്, കുറച്ച് വിശാലമായിട്ട് തുർമുദിയിലുണ്ട്. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാറ അർസല ജിബ്രീല ഇലൽ ജന്നതി ഫഖാല അൻദുർ ഇലൈഹാ വഇലാ മാ അഅദദതു ലിഅഹ്ലിഹാ ഫിഹാ. പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഹദീസാണ്. അള്ളാഹു സ്വർഗം പടച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു സ്വർഗം കാണാൻ, എന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണാൻ. ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നു, സ്വർഗം കണ്ടു, അനുഗ്രഹങ്ങൾ കണ്ടു, ഒരുക്കങ്ങൾ കണ്ടു, സ്വർഗത്തിന്റെ ആരവങ്ങൾ കണ്ടു. അള്ളാഹുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഫവഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. പടച്ചോനെ, ഈ സ്വർഗത്തെ കുറിച്ച് മഹാന്മാരായ അമ്പിയാക്കൾ മുഖേന, നിന്റെ പരിശുദ്ധമായ വേദങ്ങൾ മുഖേന മനുഷ്യരുടെ ഇടയിൽ ഒരു പ്രചരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കേട്ടവർ മുഴുവൻ, ഈ സ്വർഗത്തെ കേട്ടറിഞ്ഞവർ മുഴുവൻ ഈ സ്വർഗം ആഗ്രഹിക്കും, അതിനുവേണ്ടി പണിയെടുക്കും, അവർ ആ സ്വർഗത്തിൽ പ്രവേശിക്കും. ഉറപ്പാണല്ല. അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം കണ്ടുവന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു സ്വർഗത്തിനൊരു മതില് പണിതു. മതിലിന്റെ പ്രത്യേകത വികർഷണമാണ്, അകറ്റി നിർത്തും. അങ്ങനെ വികർഷണ സ്വഭാവത്തോടുകൂടെ ആ മതില് ഒരാളെ അകറ്റി നിർത്തും, സൃഷ്ടിയെ അകറ്റി നിർത്തും. അങ്ങനെ അകറ്റി നിർത്തുമ്പോ മനുഷ്യൻ സ്വാഭാവികമായും സ്വർഗത്തിലേക്ക് കടക്കുകയില്ല, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ആ മതില് മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു തആല ഒരു പ്രതിബന്ധമായി, സ്വർഗം ലഭിക്കാനുള്ള ഒരു പ്രതിബന്ധമായി ആ മതില് പണിതു. എന്താണ് ആ മതില് പണിതത്? എന്ത് വെച്ചിട്ടാണ്? നമുക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, ഇബാദത്തുകളിൽ താല്പര്യം കുറയും മനുഷ്യർക്ക് സാഹചര്യങ്ങളനുസരിച്ച്. അങ്ങനെ താല്പര്യങ്ങൾ കുറയാ എന്നത് സ്വർഗത്തിന്റെ മുന്നിൽ തീർത്ത മതിലാണ് എന്നാ മനസ്സിലാക്കുന്നത്. ആ മതില് കവച്ച് കടക്കണം, അല്ലെങ്കിൽ ആ മതില് മുറിച്ച് കടക്കണം. നരകം പടച്ചു ഇതുപോലെ തന്നെ കണ്ടുവരാൻ പറഞ്ഞു. നരകത്തിന്റെ ഒരുക്കങ്ങൾ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുന്നിൽ വന്നു.
എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞു, അല്ലാഹു, ഈ നരകത്തെക്കുറിച്ച് ആരെങ്കിലും കേട്ടാൽ ആ നരകത്തിലേക്ക് വരാതെ ജീവിതത്തെ സൂക്ഷിക്കും. നരകത്തിലെ ഒരാളെ കാണാനുണ്ടാവില്ല, കാരണം അത്രയും കഠോരമായ ഒരു ശിക്ഷ ഈ നരകത്തിൽ ഉണ്ടെന്ന പ്രചരണം കൊണ്ട് നരകത്തിൽ നിന്നും എല്ലാവരും അകലും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു നരകത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങളുടെ ഒരു മതിലുമാണത്. മനുഷ്യന്റെ താല്പര്യങ്ങൾ നരകത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു മതിലാണ്. വികർഷണ സ്വഭാവമുള്ള മതില് സ്വർഗത്തിൻ്റെതും, ആകർഷണ സ്വഭാവമുള്ള മതില് നരകത്തിൻ്റെതും. അത് കഴിഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ രണ്ട് മതിലുകൾ കണ്ട ശേഷം അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് ആദ്യം പറഞ്ഞത് തിരുത്തി പറഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി, ഖശീതു അല്ലാ യൻജുവ മിൻഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. ഈ നരകത്തെ ഇങ്ങനത്തെ മതിലുകൊണ്ട് നീ വലയം തീർത്തു കഴിഞ്ഞാൽ ആ മതില് മനുഷ്യനെ വലിച്ചഴച്ചു കൊണ്ടുവരുമല്ലോ. അങ്ങനെ നരകത്തിൽ പ്രാപിക്കുമെന്ന് ഞാൻ ഭയക്കാണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പോലും ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ കരഞ്ഞു പറഞ്ഞെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വിജയത്തിന്റെ അടയാളമാണ്. ആരാധനകൾക്ക് ഭാരം തോന്നൂല, ആരാധനകൾക്ക് ഭാരം തോന്നൂല. എത്ര ചെയ്താലും മനസ്സിന്റെ താല്പര്യം കുറയൂല, എത്ര ചെയ്യാനും മനസ്സിന്റെ ആഗ്രഹത്തിൽ കുറവില്ല. കൊതി തോന്നും എത്ര ചെയ്താലും. ഏതെങ്കിലും ഒരു ഇബാദത്ത് മുടങ്ങിയതിന്റെ പേരിൽ കരഞ്ഞു പോകും. ഏതെങ്കിലും ഒരു ഇബാദത്തിൽ കുറവ് വന്നു പോയാൽ സങ്കടപ്പെട്ടു പോകും. അങ്ങനെയാണോ ഞാനും നിങ്ങളും എങ്കിൽ ഉറപ്പിച്ചോ വിജയത്തിന്റെ ഒരു അടയാളം കണ്ടു തുടങ്ങി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിജയത്തിന്റെ രണ്ടാമത്തെ അടയാളം മുവാഫഖത്തു സുന്നത്തി ഫീ അഫ്ആലിഹി. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും സുന്നത്തുകളോട് യോജിച്ചു പോവാൻ ശ്രമിക്കുന്നു. സുന്നത്ത് എങ്ങനെ എന്ന് നാം ചിന്തിക്കും. ഉദാഹരണം, ഒരു കല്യാണം നടക്കാൻ പോവാണ്. അപ്പൊ ആലോചിക്കാം, എന്തൊക്കെയാണ് ഈ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ. ഒരു ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ ആദ്യമായി പങ്കെടുക്കുകയാണ്. ഒരു പണ്ഡിതോപദേശം തേടും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ എന്തൊക്കെയാ? ഒരു വീട് പാർക്കൽ നടത്തുകയാണ്. എന്തൊക്കെയാ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുന്നത്തുകൾ? ഏത് കർമ്മത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഇന്നൊരു കട ഉദ്ഘാടനം ചെയ്യണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം കിട്ടാൻ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ എന്ന് എന്തൊക്കെ സുന്നത്തുകൾ വേണം? അങ്ങനെ ഏത് പ്രവർത്തനത്തിലേക്ക് എത്തിയാലും അതിൽ സുന്നത്തുകൾ എന്തൊക്കെയാണെന്ന് തേടുക, ആ സുന്നത്തുകളെ പാലിക്കുക. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ജീവിച്ച പോലെ, അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മഹാന്മാരായ സയ്യിദന്മാർ ജീവിച്ച പോലെ നമ്മുടെ മുന്നിൽ സുന്നത്തുകൾ തേടി നടന്ന ഒരുപാട് ജീവിതങ്ങൾ കാണാം. അവരൊക്കെ ജീവിച്ച പോലെ സുന്നത്തുകളെ പാലിച്ച് ജീവിക്കാനുള്ളതായ ആഗ്രഹങ്ങൾ. സുന്നത്ത് പാലിച്ച് ജീവിക്കുമ്പോൾ റബ്ബിലേക്ക് വേഗം അടുക്കുന്ന, അങ്ങനെയുണ്ട്. അള്ളാഹുവിലേക്ക് വേഗം അടുക്കണോ, ഹബീബിന്റെ സുന്നത്ത് കൂടെ വേണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഹബീബിന്റെ സുന്നത്തുകൾ ഫത്തബിഊനി, എന്നെ ഇത്തിബാഅ് ചെയ്താൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഹബീബിന്റെ സുന്നത്തുകളെ ഇത്തിബാഅ് ചെയ്താൽ അല്ലാഹുവിന്റെ സ്നേഹം കിട്ടും. അല്ലാഹു തരട്ടെ. അല്ലാഹുവിനോട് അടുക്കാൻ കഴിയും. ഹബീബിന്റെ സുന്നത്തുകൾ പാലിക്കുമ്പോൾ റബ്ബിലേക്ക് വേഗം അടുക്കും. ഒരു ഹദീസ് പറയാം. സഹീഹുൽ ബുഖാരി അൻ നബി ഹുറൈറ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നതായി ഒരു ഖുദ്സിയായ ഹദീസാണ്, എപ്പോഴും പറയാറുള്ളത്. അല്ലാഹുവിന്റെ പ്രഖ്യാപനം, മാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ ഹത്താ ഉഹിബ്ബഹ
സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് ഒരു അടിമ അമൽ ചെയ്യുമ്പോൾ അവനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുമേ. അള്ളാഹുവിന്റെ പ്രഖ്യാപനമേ സയ്യിദുനാ റസൂലുള്ളാഹി. സുന്നത്തായ അമൽ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും, റബ്ബിലേക്ക് വല്ലാതെ അടുക്കും. എന്റെ അടിമ സുന്നത്തായ അമലുകൾ ചെയ്യുമ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു പോകുമേ. ആ ഹദീസിന്റെ പ്രയോഗമായ എന്നിലേക്ക് എന്റെ അടിമ അടുത്തത്, അങ്ങനെയാ, എന്നിലേക്ക് എന്റെ അടിമ അടുത്തത് സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ടാ. അപ്പൊ ഞാൻ അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്നു, അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടുന്നു. അത് സുന്നത്തല്ലേ? അതുകൊണ്ട് സുന്നത്ത് വേണ്ട, അങ്ങനത്തെ ഒരു മനോഭാവം വന്നിട്ടുണ്ട് കേട്ടോ. പാടില്ല. സുന്നത്തായ കർമ്മം കൊണ്ട് അള്ളാഹുവിലേക്ക് വേഗം അടുക്കും, അള്ളാന്റെ ഇഷ്ടം വേഗം കിട്ടും. അള്ളാന്റെ ഇഷ്ടം കിട്ടിയാലോ ആ കണ്ണ് തെറ്റ് ചെയ്യൂല, ആ കാത് തെറ്റ് കേൾക്കൂല, ആ നാവ് തെറ്റ് പറയൂല. ഒരു പാപ സുരക്ഷിതത്വം കിട്ടാം. ആർക്കാ ഇതൊക്കെ ആവശ്യമുള്ളൂ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസ്റഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിസു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അവന്റെ കണ്ണ് തെറ്റ് ചെയ്യൂല, കാത് തെറ്റ് ചെയ്യൂല, നാവ് തെറ്റ് ചെയ്യൂല, കൈകൾ തെറ്റ് ചെയ്യൂല, തെറ്റിലേക്ക് അവന്റെ കാലുകൾ ചുവട് വെക്കില്ല. സുന്നത്ത് പതിവുള്ളവനാണോ അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് വേഗം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമേ നബിയുനാ റസൂലുള്ളാഹി. വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു. അവൻ എന്നോട് വല്ല കാര്യത്തിലും കാവൽ തേടിയാൽ അവന് വേഗം തന്നെ കാവൽ ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹ് പറഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊരു തോന്നലുണ്ട് സുന്നത്തുകൾ ചെയ്തില്ല എന്ന് വെച്ച് കുഴപ്പമില്ല, കറാഹത്തല്ല അത് ചെയ്താലും കുഴപ്പമില്ല. ആ ഒരു നിലപാടില്ല മുസ്ലിം ഉമ്മത്ത്. സുന്നത്തുകൾ ഉപേക്ഷിക്കാനുള്ളതല്ല, കറാഹത്തുകൾ ചെയ്യാനുള്ളതല്ല. അങ്ങനെയാണ്. സുന്നത്തുകൾ ഉപേക്ഷിക്കാനുമില്ല, കറാഹത്ത് ചെയ്യാനുമില്ല. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, 6 വിഭാഗത്തെ അള്ളാഹു ശപിച്ചു, 6 വിഭാഗത്തെ റസൂലുള്ളാഹി ശപിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 വിഭാഗത്തെ 1,24,000-ഓളം വരുന്ന നബിമാരെ അഖിലം ശപിച്ചു. 6 വിഭാഗം. 6ലും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. കേട്ടോളൂ, ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉൽ ആയിഷ റളിയല്ലാഹു അൻഹ ഖാല റസൂലുള്ളാഹി قال رسول الله صلى الله عليه وسلم 6 لعنتهم ولعنهم الله وكل نبي كان. എല്ലാ നബിയും ശപിച്ചു, ഞാനും ശപിച്ചു, അല്ലാഹുവും ശപിച്ചു. 6 വിഭാഗം. 6 വിഭാഗം. ഒന്നാമത്തേത് അസ്സായിദു ഫീ കിതാബില്ലാഹ്. ഖുർആനിൽ തോന്നിവാസം പറയുന്നവൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്ര പേരെ കാണാനെന്നറിയോ? ഖുർആനിൽ അധികം ചേർക്കുന്നവൻ. രണ്ടാമത്തെ വിഭാഗം വൽ മുകദ്ദിബു ബിഖദരില്ലാഹ്. അല്ലാഹുവിന്റെ നിശ്ചയത്തെ നിഷേധിക്കുന്നവൻ. അത് റബ്ബിന്റെ തീരുമാനമാണ്, അതൊന്നുമല്ല, അത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അങ്ങനെ പറയാ, പ്രകൃതിയുടെ പ്രതിഭാസത, പടച്ചോന്റെ തീരുമാനം എന്നല്ല. അതെന്താണ്? പ്രകൃതിവാദം അല്ലാതെ കയറുന്നുണ്ട്, യുക്തിവാദം. അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് എന്നൊരു ബോധമുണ്ട്, അത് പടച്ചോ നിശ്ചയിച്ചത്. അങ്ങനെയാ, അല്ലാന്ന് അത് പ്രകൃതിയാന്ന്. ആ പ്രകൃതിവാദം ഉണ്ടല്ലോ. അള്ളാഹു ശപിച്ചു, റസൂലുള്ളാഹി ശപിച്ചു, എല്ലാ അമ്പിയാക്കളും ശപിച്ചു അലൈഹിമുസ്സലാത്തു വസ്സലാം. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ നിശ്ചയത്തെ, ഖദറിനെ നിഷേധിക്കുന്നവർ.
മൂന്നാമത്തെ വിഭാഗം വൽ മുതസല്ലിതു ബിൽ ജബറൂതി ലിയുസ്സ ബിദാലിക മൻ അദല്ലല്ലാഹു വയുദില്ല മൻ അഅസ്സല്ലാഹ്. സ്വേച്ഛാധിപത്യം കൊണ്ട് ആധിപത്യം പുലർത്തി നിസ്സാരപ്പെട്ടവരെ നന്നാക്കാനും നന്നായവരെ നിസ്സാരപ്പെടുത്താനും ശ്രമിക്കുന്നവർ അങ്ങനുണ്ട്. സ്വേച്ഛാധിപത്യം, അധികാരം ദുർവിനിയോഗം ചെയ്യുന്നവർ. മൂന്നാമത്തെ വിഭാഗം അവരാണ്. നാലാമത്തെ വിഭാഗം ഞാൻ വേഗം പറയാം. നാലാമത്തെ വിഭാഗം അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഹലാലിന്റെ ലാഘവത്തോടുകൂടെ ഉപയോഗിക്കുന്നവർ. എന്താണെന്ന് ലോണും പലിശയൊന്നും ഒരു പ്രശ്നമല്ല, മദ്യപാനം ഒരു പ്രശ്നമല്ല. ഇന്നത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ, സിനിമ, സീരിയലൊക്കെ ഒരു മദ്യപാനത്തിന്റെ സീൻ അവതരിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നില്ല. എന്തേ? അതൊരു ബിസിനസ്സാണ്. അത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളിൽ ഒരു സിനിമ ചിത്രീകരിക്കുമ്പോ അതിൽ മദ്യ ലോബികൾ ഇടപെടുന്നുണ്ട്. അതിൽ ഇത്ര മിനിറ്റ് ഒരു സിനിമ, ഒരു മദ്യപാനത്തിന്റെ ഒരു പ്രചരണം, എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതി കാണിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അത് എവിടെ എഴുതി കാണിക്കണം? അത് സർക്കാർ റൂളാണത്. പക്ഷേ ഇത്ര ടൈം ഈ മദ്യപിക്കുന്നതിലേക്കൊരു പ്രചോദനവും പ്രേരണയും പ്രോത്സാഹനവും കൊടുക്കാവുന്ന രീതിയിൽ അതൊരു സാധാരണ സംഭവമാണ്. വളരെ ഒളിച്ച് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആരും അറിയാതെ ചെയ്തിരുന്ന ഒരു കാര്യത്തിന് പരസ്യമായ സദസ്സുകൾ ക്രമീകരിക്കപ്പെടുന്ന ഒരു കാലം. അപ്പൊ അതാണ് പറഞ്ഞത് വൽ മുസ്തഹില്ലുൽ ഹറമില്ല. അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ ഹലാലിന്റെ ലാഘവത്തിൽ ഇടപഴകുന്നവർ. ലോണാവാം, പലിശയാവാം, മദ്യപാനം, എന്തോ ആവാം, കുടിക്കലറുകളാവാം, ഗാനമേളകളാവാം, കോളേജ് തലങ്ങളിലും സ്കൂൾ കലാലയങ്ങളിലൊക്കെ നടക്കുന്ന വലിയ വലിയ ക്ലാസ്സുകളിലെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ പറഞ്ഞു അഞ്ചാമത്തെ വിഭാഗം വൽ മുസ്തഹില്ലു മിൻ ഇത്രതി മാ ഹറമല്ലാഹ്. എന്റെ കുടുംബം, റസൂലുള്ളാഹിയുടെ കുടുംബം, സയ്യിദന്മാർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ നിസ്സാരപ്പെടുത്തുന്നവർ, അവരെ നിന്ദിക്കുന്നവർ. പിന്നെ പറഞ്ഞു ആറാമത്തെ വിഭാഗം വത്താരികുലി സുന്നത്തി. അകാരണമായി എന്റെ സുന്നത്തുകളെ ഒഴിവാക്കി കളയുന്നവനെ അള്ളാഹുവിന്റെ ശാപമ. ഒരാൾക്ക് പടിഞ്ഞാട്ട് തിരിഞ്ഞെന്ന്, നമ്മുടെ കേരളത്തിലെ കിബില പടിഞ്ഞാറാണല്ലോ, ഏകദേശം പടിഞ്ഞാറ്. അങ്ങനെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞെന്ന് ഒതു എടുക്കാൻ ഒരു സൗകര്യമുണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞെന്നാലും ഒതു, നല്ല ഒതു കിട്ടും. സൗകര്യം നോക്കി പോയപ്പോ ഇത്തിരി സൗകര്യം കൂടുതൽ, നല്ല റാഹത്തായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ഒതു എടുത്താൽ കിട്ടും. മറ്റ് തിരക്കുകളൊന്നുമില്ല. പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞെന്ന് ഒതു എടുക്കാനുള്ള സൗകര്യത്തിൽ ഒതു എടുക്കാവുന്നതാണ്. എന്നാ പടിഞ്ഞാറ് ഉപയോഗപ്പെടുത്തും. അവിടെ പടിഞ്ഞാറ് ഉപേക്ഷിച്ചുകൊണ്ട് കിഴക്കോട്ട് പോവല് സുന്നത്ത് ഉപേക്ഷിക്കലാണ്. എത്ര സുന്നത്തുകളാണ്, തേടിപ്പിടിക്കണം. ഏതായാലും ജീവിതത്തിന്റെ വിജയത്തിൽ സുന്നത്തുകളുടെ സ്ഥാനം വലുതാ. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. 7 തരം കാര്യങ്ങൾ, 7 തരം അടയാളങ്ങൾ നമുക്ക് കിട്ടിയാൽ, നമ്മളിൽ കണ്ടാൽ നമ്മൾ വിജയിക്കുമെന്നത് ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1, ആരാധനകൾ ഭാരമായി തോന്നാതിരിക്കുക. 2, സുന്നത്തുകൾ പാലിച്ച് ജീവിക്കുക. ഈ 2 എണ്ണമാണ് ഇപ്പൊ നമ്മൾ വിശദീകരിച്ചത്. 3, നല്ലവരോട് സഹവസിക്കുക. 4, സൽസ്വഭാവം പ്രകടിപ്പിക്കുക. 5, ജനങ്ങൾക്ക് നന്മ ചെയ്യുക. 6, മുസ്ലിമീങ്ങളെ പ്രത്യേകം പരിഗണിക്കുക. 7, സമയം പാഴാക്കാതിരിക്കുക. ഇങ്ങനെയുള്ള 7 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടായാൽ വിജയത്തിന്റെ 7 അടയാളം വിജയിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ നസീബാക്കണേ അല്ലാ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുക അല്ലാ. ഇനി കേട്ടോളൂ, വിജയത്തിന്റെ 3ാമത്തെ അടയാളം നല്ലവരോട് സഹവസിക്കലാണ്. നല്ലവരോട് സഹവസിക്കുക. സുഹ്ബത്തുഹു ലി അഹ്ലി സ്വലാഹ്. നല്ലവരോട് സഹവസിക്കുക. പരിശുദ്ധമായ ഖുർആൻ അത് സംബന്ധമായിട്ട് റസൂലുള്ളാഹി എത്ര പറഞ്ഞെന്നറിയോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ എന്ന ആ മഹാന്മാരുടെ കൂടെ കൂടാൻ, അവരുടെ കൂടെ ഇരുന്നാൽ മതി. അതൊരു അമലാണ്. നല്ലവരുടെ കൂടെ പോയി കുറച്ചേരം ഇരുന്നാൽ തന്നെ ഒരു അമലാണ്. അവരുടെ കൂടെ കൂടിയാൽ മതി. വലിയൊരു അമലല്ലേ? അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നവരാവണം. അള്ളാഹുവിന്റെ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. സൂറത്തുൽ കഹ്ഫ്. നബിയേ, രാവിലെയും വൈകുന്നേരവും അള്ളാന്റെ വജ്ഹല്ലാതെ പടച്ചോന്റെ തൃപ്തി അല്ലാതെ മറ്റൊരു ലക്ഷ്യം മനസ്സിലില്ല. രാവിലെയും വൈകുന്നേരം റബ്ബിനെ വിളിച്ച് ദ്വാരന്നുകൊണ്ടിരിക്കുക. രാവൂല പകലുല അങ്ങനെ ദ്വാരക്കാതിക്രിയല്ല. അങ്ങനെ കുറെ പാവങ്ങള് ആ മദീനത്തെ പള്ളിയുടെ ഓരങ്ങളിൽ ഇരിപ്പുണ്ട്. അവരുടെ കൂടെ പോയിരുന്നോ നബിയേ? അവരുടെ കൂടെ ഇരുന്നോ നബിയേ? സച്ചരിതരോട് സഹവസിക്കല് ജീവിതത്തിൽ വിജയത്തിന്റെ അടയാളമാ. ഒരുപാട് മഹാന്മാരുടെ കൂടെ പലരെയും നമ്മൾ കാണാറുണ്ട്. ഒരു നല്ല കൂട്ട് സുഫത്തിന്റെ അഹ്ലുകാരായി മദീനത്തെ പള്ളിയിലുള്ള മഹാന്മാരായ സ്വഹാബികൾ, അവരുടെ കൂടെ ഇരുന്നാ മതി. അവരുടെ കൂടെ അങ്ങിരിക്കുന്ന നബിയേ, വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ദുനിയവിയായ നേട്ടങ്ങളുടെ പിന്നാലെ പോകുമ്പോ സച്ചരിതർ കണ്ണിൽ പെടൂല. അതൊരു മൊയിലാറല്ലേ മൊയിലാക്കന്മാർക്ക് അങ്ങനൊരു വയസ്സൻ. സച്ചരിതരുടെ കൂടെ കൂടാൻ ദുനിയാവിന്റെ കണ്ണുകൊണ്ട് കഴിയൂല. സച്ചരിതരുടെ കൂടെ കൂടാൻ ദുനിയാവ് കുറച്ച് വിട്ടേ പറ്റൂ. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത്താ. എത്ര മനോഹരമായിട്ടാ പറയുന്നത്. നമ്മൾ ആരുടെ കൂടെ കൂടണമെന്നറിയോ? നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൽ നിന്നും മറപ്പിച്ച് കളയുന്ന ആളുകളുടെ കൂടെ കൂടാൻ പാടില്ല. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. അള്ളാഹ് ഹൃദയത്തിലില്ലാത്ത ആളുകളുടെ കൂടെ നിങ്ങൾ പോരുത്. അവന് ഹക്കും ബാത്തിലുമില്ല. ഉസ്താദ് എത്ര ആളുകൾ പറയണ്ടെന്നറിയോ? അവന് ഹക്കും ബാത്തിലുമില്ല, അവന് ഹലാലും ഹറാമുമില്ല. ഒരു യാതി മനുഷ്യൻ. എന്നാ നീ എന്തിനാ അവന്റെ കൂടെ പോണ? അങ്ങനെയുള്ളവന്റെ കൂടെ പോവല്ലേ. വത്തബഅ ഹവാഹു. തോന്നിയതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഹലാലുമില്ല ഹറാമുമില്ല. അവരുടെ കൂടെ പോവല്ലേ. വിജയത്തിന്റെ മൂന്നാമത്തെ അടയാളം സച്ചരിതരോട് സഹവസിക്കാം. മറന്നുപോരുതട്ടോ. വിജയത്തിന്റെ ഒന്നാമത്തെ അടയാളം ആരാധനകൾക്ക് ഭാരം തോന്നൂല. രണ്ടാമത്തെ അടയാളം സുന്നത്തുകൾ പാലിക്കാം. മൂന്നാമത്തേത് സച്ചരിതരുടെ കൂടെ കൂടാ. സൗഹൃദം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അനിവാര്യമാണ്. പക്ഷേ നമ്മെ അള്ളാന്റെ മാർഗത്തിൽ സഹായിക്കുന്ന ഒരു സൗഹൃദമാണ് കിട്ടിയിട്ടുള്ളെങ്കിൽ, എടാ നീ ഒന്ന് പടച്ചോനെ വിളിച്ച് നന്നായിട്ടൊന്ന് ദ്വാരക്ക, നിന്റെ ഈ വിഷമം മാറും എന്ന് പറയണ ഒരു കൂട്ടുകാരനുണ്ടോ നമുക്ക്? എന്തേ മുഖം വാടിയിരിക്കണം? ഒന്നുമില്ല, പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞ് വലിയ വിഷമത്തില, മക്കളുടെ കാര്യത്തിൽ വലിയ സങ്കടത്തില. നീ എന്തിനാ സങ്കടപ്പെടണേ? നീ ഒരു 500 രൂപ ഇന്ന രീതിയിലൊന്ന് നെയ്യത്താക്കി വെക്കാം. അല്ലെങ്കിലോ നീ എന്തെങ്കിലും ഒരു ചെറിയ ഹദിയ ആ പള്ളി കൊടുക്കാം, അല്ലെങ്കിൽ ആ സാധുവിന് കൊടുക്കാം. എന്നിട്ട് നീ പോയി ആ സദക്കയുടെ ബർക്കത്തുകൊണ്ടാണ് ദ്വാരക്ക. അള്ളാഹു നിനക്ക് നടത്തി തരും. ഇങ്ങനെ പറഞ്ഞു ഉപദേശിക്കുന്ന ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടെങ്കിലല്ലോ നമ്മൾ ദ്വാരുന്ന അള്ളാഹു നടത്തി തരാത്ത എന്താ ഉള്ളത്? നീ എന്തിനാ വിഷമിക്കണം? അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു നല്ല മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. സൗഹൃദം ദീനിന് വേണ്ടി ഉപകാരപ്പെടുന്നതാവണം. എടാ ഈ പ്രാവശ്യം നമുക്കൊന്ന് ഉംറക്ക് പോയാലോ? കുറെ പൈസ ഒക്കെ കിട്ടിയതല്ലേ, ഇനി എന്നാ എപ്പോഴാ മനുഷ്യന്മാരുടെ കാര്യം? ഇങ്ങനെയൊക്കെ പറയുന്ന ചില സൗഹൃദങ്ങളുണ്ട്. അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള സൗഹൃദങ്ങളെ കളയരുത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ.  സൂറത്ത് തൗബ
അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണോ, നല്ലവരുടെ കൂടെ കൂടണമെന്ന് ഖുർആൻ. അള്ളാഹു മുഅ്മിനീങ്ങളെ സ്നേഹത്തോടുകൂടെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്തഖുല്ലാഹ്, പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കണേ. പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ വകുനു മഅസ്സാദിഖീൻ, നല്ലവരുടെ കൂടെ കൂടണം. അങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഹദീസ് കേട്ടു. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഇദാ അറാദല്ലാഹു ബിൽ അമീരി ഖൈറാ ജഅല ലഹു വസീറ സിദ്ഖിൻ ഇൻ നസിയ ദക്കറാ വ ഇൻ ദക്കറ അആനാ. ഒരാൾക്ക്, ഉദാഹരണം, ഒരു നേതാവിന്, ഒരു ലീഡർക്ക് അല്ലാഹു ഒരു നന്മ ചെയ്തതാ, നല്ലൊരു കൂട്ടുകാരനെ കൊടുത്തു. ലീഡർ മറന്നാലും, അതായത് നമ്മൾ മറന്നാലും, ഒരു കാര്യം ലീഡ് ചെയ്യുന്ന ആള്, നേതൃത്വം കൊടുക്കുന്ന ആള്, നയിക്കുന്ന ആള്, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാണ്, നമ്മുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്ക് സഹായത്തിന് ഒരാളുണ്ട്, നല്ലൊരു കൂട്ടുകാരൻ, നമുക്ക് സഹായത്തിന് നല്ലൊരു ഷെയറുകാരനാണ്. നമ്മൾ മറന്നാൽ നമ്മളെ ഓർമ്മിപ്പിക്കും, നമ്മൾ ഓർത്തതാണ് എങ്കിൽ നമ്മളെ സഹായിക്കും. നല്ലൊരു കൂട്ടുകാരൻ, നല്ലൊരു സൗഹൃദം, അത് അല്ലാഹു ചെയ്ത ഒരു വലിയ ഖൈറാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇദാ അറാദല്ലാഹു ബിൽ അമീരി ഖൈറാ. അല്ലാഹു ചെയ്ത ഖൈറാണ്, ഓർക്കാത്തത് ഓർമ്മിപ്പിച്ചു തരുന്ന ഒരു സഹോദരൻ, ഒരു കൂട്ടുകാരൻ, ഓർത്തതിനെ സഹായിച്ചു തരുന്ന കൂട്ടുകാരൻ. ആരാ ഉള്ളത്? ഓർത്തതിനെ സഹായിച്ച്. ഒരു കല്യാണം വിളിക്കാണ്, നമ്മുടെ മോളുടെ കല്യാണം, നല്ല നേതൃത്വം, നമ്മളാണല്ലോ അതിന്റെ നേതൃത്വം. അപ്പോഴുണ്ട് ഇന്ന ആളെ വിളിച്ചില്ല, മറന്നുപോയതാ. അപ്പോഴുണ്ട് കൂട്ടുകാരൻ പറഞ്ഞു, എടാ നീ ആളെ കല്യാണം വിളിച്ചു? ഇല്ല. ഓർമ്മിപ്പിച്ചു. ആളെ കല്യാണം വിളിച്ചോ? വിളിക്കണമെന്ന് ഞാൻ മറന്നിട്ടില്ല, ഓർമ്മയുണ്ട്. അന്നൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ ഞാൻ സഹായിക്കാം, എന്റെ കയ്യിൽ വണ്ടിയിൽ, എന്റെ കയ്യിൽ വാഹനം ഉണ്ടല്ലോ, നീ കയറ്. ഓർത്തതിനെ സഹായിക്കാം. ഇനി കേട്ടോളൂ, ഒരു കാര്യം നേതൃത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു കാര്യത്തിന് വേണ്ടി മുന്നിൽ നിന്ന് ചെയ്യുന്ന ഒരാൾക്ക് സഹായത്തിന് കൂടെ ഉള്ള ആള് മോശമാണ് എങ്കിൽ ഇവൻ മറന്നതിനെ അവൻ ഓർമ്മിപ്പിക്കുകയുമില്ല, അവൻ ഓർത്തതിനെ ഇവൻ സഹായിക്കുകയുമില്ല. അത് ഖൈറില്ലാത്ത കൂട്ടുകാരൻ സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. കൂട്ടുകുടുംബം നല്ലോണം നോക്കി കൂടിക്കൊള്ളണം. എന്തുകൊണ്ട്? കൂട്ടുകാര് മുഖേന ആഖിറത്തിൽ കൈ കടിക്കേണ്ടി വരുമെന്ന് ഖുർആൻ. ആ ആളുമായി കൂട്ടുകൂടിയതിന്റെ പേരിലാ നീ ആഖിറത്തിൽ കൈ കടിച്ചതെന്ന് ഖുർആൻ. കൈ കടിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഅദ്ദു الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا. പടച്ചോനെ, എനിക്ക് പറ്റിയ നഷ്ടം, അല്ലാഹുവേ എന്റെ നാശം, ഇന്നാലിന്ന ആളെ ഞാൻ കൂട്ടുകാരനാക്കിയതാണ് എന്റെ നഷ്ടം, എന്റെ നാശം. ആഖിറത്തിൽ ഒരു നഷ്ടക്കാരൻ അങ്ങനെ പറയുമെന്ന് ഖുർആൻ. ലഖദ് അളല്ലനി അനിൽ ദിക്രി ബഅദ ഇദ്ജാഅനി. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സൗകര്യമുണ്ടായതാ, അവൻ എന്നോട് മറക്കാൻ പറഞ്ഞതാ, അവൻ അതിൽ നിന്നും എന്നെ പിന്തിരിച്ചു കൊണ്ടുവന്നതാ, അവൻ കാരണമാ ഞാനന്ന് നിസ്കാരം ഉപേക്ഷിച്ചത്, അവന്റെ കൂട്ടുകെട്ടാണ് എന്നെ തകർത്ത് കളഞ്ഞതെന്ന് വിലാപവാക്ക് പറയുമെന്ന് ഖുർആൻ. ആ വിലപിച്ച് പറയുന്നവൻ പരാജയത്തിലാണെന്ന് ഖുർആൻ. ആ വിലാപവാക്കുകൾ മഹ്ശറയിൽ എമ്പാടും കേൾക്കാൻ കഴിയുമെന്ന് ഖുർആൻ. അപ്പൊ കൂട്ടുകാരൻ കാരണം കൈവിരൽ കടിക്കും, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. കൈവിരൽ കടിക്കും. അല്ലാഹുവേ, പടച്ചോൻ കാക്കട്ടെ. ദുഷിച്ച കൂട്ടുകാരൻ ആഖിറത്തിന്റെ ശത്രുവാണ്. ദുഷിച്ച കൂട്ടുകാരൻ ആഖിറത്തിന്റെ ശത്രുവാണ്. അൽഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദു ഇല്ലൽ മുത്തഖീൻ
സൂറത്തു സുഖ്റുഫ്. മുത്തഖീങ്ങളല്ലാത്ത കൂട്ടുകെട്ടുകൾ ആഖിറത്തിൽ ശത്രുതയിലാണ്. കൂട്ടുകാര് ചിലർക്ക് ശത്രുവാണ് ആഖിറത്തിൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് വിജയത്തിന്റെ അടയാളം നല്ലൊരു കൂട്ടുകാരന്റെ കൂടെ കൂടാ എന്ന. നല്ല കൂട്ടുകാരൻ ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഹദീസ് കാണാൻ കഴിയും. അൻ നബി ബുർദത റളിയല്ലാഹു അൻ നബിഹി قال النبي صلى الله عليه وسلم مثل الجليس الصالح والجليس السوء كمثل صاحب المسك وكير الحداد لا يعدمك من صاحب المسك إما تستريه أو تجد ريحا. നല്ലൊരു ഉദാഹരണം. ആരാണ് നല്ല കൂട്ടുകാരൻ? നല്ല കൂട്ടുകാരനും മോശം കൂട്ടുകാരനും ദേ ഇനി പറയാൻ പോകുന്ന പോലെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല കൂട്ടുകാരൻ ഒരു അത്തർ കച്ചവടക്കാരന്റെ കൂടെ കൂടിയവനെ പോലെ. അത്തർ കച്ചവടക്കാരനിൽ നിന്നും ഒരു പക്ഷേ നിനക്ക് അത്തർ വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ അവൻ പുരട്ടിത്തരും. നിനക്ക് അവനിൽ നിന്നും കിട്ടാനുള്ളത് അത്തറിന്റെ വാസന അല്ലാതെ മറ്റൊന്നുമില്ല. അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ചീത്ത കൂട്ടുകാരൻ ഒരു കൊല്ലൻ എന്ന് പറയൂലോ. കൊല്ലൻ എന്ന് പറഞ്ഞാൽ ആലയിൽ ആയുധം ചൂടാക്കി പണിയെടുക്കുന്ന ആള് കൊല്ലൻ എന്ന് പറയാൻ ഞങ്ങളുടെ നാട്ടിൽ. കൊല്ലൻ ആലയിലെ ഉലയിൽ ആയുധങ്ങൾ കാച്ചിയെടുക്കുന്ന, ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന അയാള് കൊല്ലൻ. കൊല്ലന്റെ കൂടെ ഉലയിൽ കൂട്ടിരുന്നവൻ, കൊല്ലന്റെ കൂടെ ആലയിൽ കൂട്ടിരുന്ന് ഉലയുടെ സമീപം ഉലയിൽ തീക്കനലുകൾ ഇട്ടിട്ട് ഇങ്ങനെ തീ പാറിക്കുമ്പോ ചാരവും പൊടിയും തീക്കനലുകളും തീപ്പൊരിയും കൊണ്ട് നിന്റെ വസ്ത്രത്തെ അത് കത്തിക്കും, കരിക്കും. അല്ലെങ്കിലോ നിന്റെ ശരീരത്തിൽ കരിപുരളും. റസൂൽ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്മാ ഔ തജിദു റീഹ വകീറുൽ ഹദ്ദാദ് യുഹരിഖു ബദനക ഔ സൗബക ഔ തജിദു മിൻഹു റീഹൻ ഖബീസ. അല്ലെങ്കിൽ നിനക്ക് ആ ചാരം പറക്കണേന്റെ, ആ ഇരുമ്പ് കായണേന്റെ ഒരു വൃത്തികെട്ട മണമുണ്ട്, അതായിരിക്കും നിനക്ക് കിട്ടുക. എന്നാൽ അത്തര ചോടക്കാരന്റെ കയ്യിൽ നിന്നും അങ്ങനെയല്ല കിട്ടുക. അങ്ങനൊരു ഉപമ പറഞ്ഞു ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ജീവിതത്തിൽ ഒരു നല്ല കൂട്ട് എന്നത്, നല്ലൊരു കൂട്ട് കുടുംബത്തിൽ തന്നെ ആവാലോ. എന്തൊരു വലിയ സൗഭാഗ്യമാണത്. ഭാര്യയും ഭർത്താവും നല്ല സൗഹൃദമായാൽ മതി. അങ്ങനെയൊക്കെ ഒരു ശ്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു കാര്യമാണ്. അത് നടക്കൂല ഉസ്താദ്. നടന്നെന്താ കുഴപ്പം? നടക്കണോലോ. ഒരു ആയുസ്സിന്റെ ഒരു വലിയ അഭേദ്യ ബന്ധമല്ലേ അത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു മനുഷ്യന്റെ സ്വഭാവം എങ്ങനെ അറിയും? ഒരു മനുഷ്യന്റെ സ്വഭാവം മഹാന്മാർ പറയുന്നുണ്ട്, അനിൽ മർഇ ലാ തസ്അൽ വസ്അൽ അൻ ഖരീരിഹി. ഒരാളെ പറ്റി നിനക്ക് അറിയണമെങ്കിൽ അവനെ പറ്റി അല്ല ചോദിക്കേണ്ടത്, അവന്റെ കൂട്ടുകാരനെ പറ്റിയാ ചോദിക്കേണ്ടത്. ഒരാളെ കുറിച്ച് നിനക്ക് അറിയണമെങ്കിൽ അവനെ പറ്റിയല്ല ചോദിക്കേണ്ടത്, അവന്റെ കൂട്ടുകാരൻ ആരാണെന്നാണ് നീ ചോദിക്കേണ്ടത്. എന്നിട്ട് ആ കൂട്ടുകാരന്റെ ഡീറ്റെയിൽ എടുക്കണം. എന്നാ അത് മതി. നീ അന്വേഷിക്കേണ്ട ആളെ കുറിച്ച് നീ വ്യക്തമായി അങ്ങോട്ട് ചോദിച്ചു പോണ്ട, ഡയറക്റ്റ് അങ്ങോട്ട് പോണ്ട. അവൻ ആരായിട്ടാ കൂട്ടെന്ന് അന്വേഷിക്കാം, അവനോട് ചോദിച്ചാൽ മതി എന്നാ മഹാന്മാര് പഠിപ്പിച്ചത്. ഫകുല്ലു ഖരീൻ ബിൽ മുഖാറനി യഖ്തദി. കൂട്ടുകാരന്റെ സ്വഭാവം കിട്ടും. അങ്ങനെയാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ അയാളുടെ കൂട്ടുകാരന്റെ സ്വഭാവം പോലെയാ തന്നെ നിർണയിക്കപ്പെടേണ്ടത്. ഒരാളെ നിർണയിക്കപ്പെടുന്നത് കൂട്ടുകാരന്റെ സ്വഭാവം പോലെ. ഒരാള് കൂട്ടുകാരന്റെ സ്വഭാവം പോലെയാ അയാളുടെ സ്വഭാവത്തിലും ഉണ്ടാവാം. കൂട്ടുകാരന്റെ സ്വഭാവം എന്താ? ഒരല്പം മദ്യപിക്കും, അന്നവനും ഉണ്ടാവും എന്ന് കൂട്ടിക്കൊള്ളണം. അവൻ നല്ലവനാണല്ലോ. ഇല്ല, റസൂലുള്ളാഹി പറഞ്ഞ സാധ്യതയുണ്ട്. കൂട്ടുകാരനെ എങ്ങനെ അല്പം പുക വലിക്കും, എന്നവനും വലിക്കാൻ സാധ്യതകളുണ്ട്. വലിച്ചില്ല എന്നോർത്ത് ആ സാധ്യതയെ തള്ളേണ്ടതില്ല. കൂട്ടുകാരനെങ്ങനെയാ നല്ല നിസ്കാരമൊക്കെ ഉണ്ട് എന്ന് ഉറപ്പായിട്ടും ഇവന് നിസ്കരിച്ച് തുടങ്ങിക്കോളും. അങ്ങനെയാണ്. ഏതായാലും വിജയത്തിന്റെ മൂന്നടയാളം പറഞ്ഞു. നാലാമത്തേത് സൽ സ്വഭാവം പ്രകടിപ്പിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. സൽ സ്വഭാവം പ്രകടിപ്പിക്കണം.
സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റം, അഡ്ജസ്റ്റ് ചെയ്യണം, നന്നായിട്ട് നിൽക്കണം, നന്മ പറയാൻ നോക്കണം, നന്മ ചെയ്യാൻ നോക്കണം, കുറച്ച് ക്ഷമിക്കണം. ഇതൊക്കെ തന്നെയാണല്ലോ സൽസ്വഭാവം. അല്ലാതെ അത് പ്രത്യേകിച്ചൊരു എന്താ പറയാ ഒരു പാക്കേജ് ഒന്നും അല്ല സൽസ്വഭാവം. എവിടെ നമ്മൾ നല്ല ഡീസന്റ് ആവാ, അതന്നെ നല്ല പെരുമാറ്റം. അങ്ങനെ നല്ല പെരുമാറ്റമാണ് ജീവിതത്തിന്റെ പൊതുവെയുള്ള ശീലമെങ്കിൽ ആ നല്ല പെരുമാറ്റം. ഇന്ന് രാവിലെ സുബഹി മുതൽ ഇന്ന് ഇഷ വരെ നല്ല പെരുമാറ്റം എല്ലാവരോടും ഉണ്ടായിട്ടുള്ള. ആരോടും അങ്ങനെ ഒരു വെറുപ്പിക്കണ വർത്താനോ അല്ലെങ്കിൽ ഒരു ഗീബത്തിന് മീത്ത് പറയാനോ ഒന്നുമില്ല. എല്ലാവരോടും നല്ല സ്നേഹവും നല്ല റാഹത്തും ആണെങ്കിൽ ആ മനുഷ്യൻ സൽസ്വഭാവമാണ്. അന്ന് ചെയ്യുന്ന അമലിന് അതിന്റെ തലേന്ന് ചെയ്ത അമലിനേക്കാളും കൂലിയുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരമുള്ളത് സൽസ്വഭാവത്തിലിരിക്കുമ്പോൾ ചെയ്ത അമലിനാണ്. ഇമാം ബഗ്വി അവിടുത്തെ ശറഹ് സുന്നയിൽ ഒരു ഹദീസ് പറയുന്നതായി കാണാം. അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അസ്ഖാല ശൈഇൻ ഫിൽ മീസാൻ ഖുലുഖുൻ ഹസനുൻ. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം സൽസ്വഭാവമാണ്, നല്ല പ്രവൃത്തി, നല്ല വാക്ക്, നല്ല പെരുമാറ്റം. അതിനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന് നിലവാരമില്ലാത്ത മനുഷ്യന്മാരോട് ഒരു താല്പര്യമില്ലാത്ത പുണ്യ നബി. അള്ളാഹുവിന് കോപം ആരോടാണെന്ന് അറിയോ? അൽഫാഹിഷൽ ബദീഅ, ഒരു നിലവാരമില്ലാതെ തനി കച്ചറ, അവരോട് അള്ളാഹ്ക്ക് വെറുപ്പാണെന്ന് പുണ്യ നബി. ഇമാം ബഗ്വി അവിടുത്തെ ശറഹ് സുന്നയിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പോയത് നല്ല പെരുമാറ്റം കൊണ്ടാണെന്ന് പുണ്യ നബി. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെത്തിയത് എന്ത് സ്വഭാവം കൊണ്ടാണ് നബിയെ? സ്വഹാബി ചോദിച്ചതാ. ഒരു സ്വഹാബി ഒരിക്കൽ ചോദിച്ചു, ഖാല അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലൻ നാസൽ ജന്ന. ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പോയത് ഏത് സ്വഭാവം കൊണ്ടാ, ഏത് കാരണം കൊണ്ടാ? റസൂലുള്ളാഹി പറഞ്ഞു, രണ്ട് കാരണം കൊണ്ടാ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് പോയത്. തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുൽഖി. തഖ്വയാണ് രണ്ടാമത്തെ. തഖ്വ, പടച്ചവനെ പേടി. ഹറാം ഹറാമാണ്, അത് ഹറാമാണ് വേണ്ട, ഹലാലാണ് എന്ന കുഴപ്പമില്ല. ഹറാമിനെയും ഹലാലിനെയും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന വ്യവസ്ഥക്ക് പറയും തഖ്വ. അല്ലാഹ് വിലക്കിയത് ഉപേക്ഷിക്കാ, അല്ലാഹ് ചെയ്യാൻ പറഞ്ഞത് മാത്രം ചെയ്യാ, അല്ലാഹു അനുവാദം തന്നിട്ടുള്ളതിൽ ചെയ്യാ. അതാണ് സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ വേഗം എത്തിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ കൂടുതൽ ആളുകളും പോകുന്ന രണ്ട് കാരണമുണ്ട്. ഒന്ന് തഖ്വയാണ്, രണ്ടാമത്തേത് നല്ല പെരുമാറ്റമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവര് തനി കച്ചറയാ നിന്നോട് പെരുമാറി, പക്ഷെ നീ നല്ല പെരുമാറ്റം തിരിച്ച്. എന്നാൽ സ്വഹാബി വീണ്ടും ചോദിച്ചു, കൂടുതൽ ആളുകളും നരകത്തിലേക്ക് പോയത് എന്തിന്റെ പേരിലാ നബിയെ? രണ്ട് കാര്യം. ഒന്ന് ഗുഹ്യസ്ഥാനം കൊണ്ടുള്ള തെറ്റാണ്, രണ്ട് നാവ് കൊണ്ടുള്ള തെറ്റാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം തുർമുദിയുടെ ജാമിഉ രണ്ട് ഹദീസ്. രണ്ട് അവയവങ്ങൾ തെറ്റ് ചെയ്തതിന്റെ പേരിലാ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ. ഒന്ന് ഗുഹ്യഭാഗം, രണ്ട് നാവ്. ഒരു ഹദീസിലുണ്ടല്ലോ, ആരെങ്കിലും നാവ് കൊണ്ടും ഗുഹ്യഭാഗം കൊണ്ടും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയുന്നുവെങ്കിൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നു. മൻ യൽമല്ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി അൽമല്ലഹുൽ ജന്ന എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി മറ്റൊക്കെ ഈ ഹദീസ് പറയുന്നതായി ഓർക്കുന്നുണ്ട്. ഇമാം തബ്രാനി, അതുപോലെയുള്ള ഇമാം അഹ്മദിനെ പോലെയുള്ളവരൊക്കെ, ഇമാം ബൈഹഖി ഒക്കെ ഈ ഹദീസ് പറയുന്നുണ്ട്. അപ്പോ രണ്ട് തുടയല്ലിന്റെയും രണ്ട് താടയല്ലിന്റെയും ഇടയിൽ ഹറാമ് സംഭവിക്കല്ലേ. ആ രണ്ട് അവയവങ്ങൾ ഹറാമ് ചെയ്യുന്നില്ല. സൽസ്വഭാവം ജീവിതത്തിൽ വലിയ കാര്യം തന്നെയാണ്. അത് വയസ്സായിട്ട് നന്നാവാന്ന് ഓർക്കുന്ന ആൾക്കാരുണ്ട്. സൽസ്വഭാവിക്ക് ലഭിക്കുന്ന പ്രതിഫലം, ഹബീബിന് ഏറ്റവും അടുപ്പം അവരോടല്ലേ? ഖിയാമത്ത് നാളിൽ റസൂലുള്ളാഹിയോട് ഏറ്റവും അടുപ്പം. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി തന്നെ ജാമിഉൽ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസാ യൗമൽ ഖിയാമ അഹാസിനകും അഖ്ലാഖാ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ,
ഖിയാമത്ത് നാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടത്തോടുകൂടെ ഞാൻ ചേർത്ത് പിടിക്കുന്നവർ ഏറ്റവും നല്ല പെരുമാറ്റക്കാരായിരുന്നു. ഭൂമിയിൽ അവർ നല്ല പെരുമാറ്റക്കാരായിരുന്നു. അവരെയാ ഞാൻ ചേർത്ത് പിടിക്കുക. അള്ളാഹുദിൽ പെടുത്തട്ടെ, അള്ളാഹുദിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹുദിൽ നമ്മെ ചേർക്കട്ടെ. ഇനി കേട്ടോളൂ, ഹബീബിന് ഏറ്റവും വെറുപ്പെന്നല്ല, ഏറ്റവും കോപം, റസൂലുള്ളാഹിക്ക് ഏറ്റവും ദേഷ്യവും ഏറ്റവും അകറ്റി നിർത്തുന്നതും ആരെയാണെന്നറിയോ? ഞാൻ അകറ്റി നിർത്തുന്നവരും എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളവരും വർത്താനത്തിൽ സൂക്ഷ്മതയില്ലാത്തവര്. അതായത് അതിന് പ്രത്യേകം പറഞ്ഞു അസ്സർസാറൂൻ, സർസാരിയങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലോന്റെ ഇറച്ചി സാധാരണ തീറ്റ നടത്താൻ അതിന്റെ കൂടെ ഇറച്ചി വല്ലവരുടെയും പച്ചമാംസം അതായത് മറ്റുള്ളവരുടെ കുറ്റം പറയാം. അങ്ങനെയുള്ള ആളുകളാണ് സർസാർ എന്ന് പറയാം. അതുപോലെ തന്നെ അസ്സർസാർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയാം. പിന്നെ അതുപോലെ തന്നെ അതിര് വിട്ട് വർത്താനം പറയുന്നവർക്കും അങ്ങനെ പറയും. പിന്നെ പറഞ്ഞു മുത്തശദ്ദിഖൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുത്തശദ്ദിഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ വട്ടം വികസിച്ചു, വർത്താനം പറഞ്ഞു വായ വലുതായി. അങ്ങനെ ഉണ്ട്, ഒരു പ്രത്യേക പ്രയോഗമാണ് ഇത്. അതുപോലെ തന്നെ അൽ മുത്തഫൈഹിഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ അഹങ്കാരം നടിച്ച് നടക്കുന്നതോടൊപ്പം ജനങ്ങളെ പുച്ഛിച്ചേ പറയാം. ആളുകളെ അവൻ എന്നായതിങ്ങനെ, അവൻ എന്തൂട്ട്, അവൻ എപ്പോഴാ ഇത്രയും വലിയ ആളായത്, അവൻ എന്നാ ഹാജിയായത്, അവൻ എന്നാ മൊയിലാരായത്, അങ്ങനെ ജനങ്ങളെ പുച്ഛിച്ചേ പറയും. അങ്ങനെയുള്ള ആളുകളെ എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ അടുത്തേക്ക് അവർ വരണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നന്നായ മതി, സ്വർഗം കിട്ടും. നല്ല പെരുമാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, നല്ല വർത്താനങ്ങൾ വന്നാൽ, നല്ല ജീവിത രീതികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം വേഗം നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞു. ഇമാം ബൈഹഖി ഇവിടുത്തെ ശുഐബിൽ പറയുന്നുണ്ട്, പറയുന്നു, സഹാബികൾ പലരും വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഒരാളെ പറ്റി ചോദിക്കാനുണ്ട്. ഒരു ഉദാഹരണമാണ്, അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ഒരാൾ ഉണ്ട് താനും, എന്നാൽ ഉദാഹരണമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സഹാബികൾ പലരും കൂടി എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഫുലാനത്തുൻ തസൂമുൻ നഹാർ വതഖൂമുൽ ലൈൽ വതുദി ജീറാനഹാ. ഒരു പെണ്ണുണ്ട് ഇവിടെ, അവള് പകല് മുഴുവൻ നോമ്പാ, രാവ് മുഴുവനും നിസ്കാര. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അയലൊക്കക്കാരോട് അവൾ വല്ലാത്ത ഇടങ്ങേറുണ്ടാക്കണം, അയലൊക്കക്കാരെ ഇടങ്ങേറാക്കുന്ന പെണ്ണ്. അങ്ങനെ ഒരു പെണ്ണുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരു സംശയമല്ല, ഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകാവകാശിനിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു നബി, അന്നൊന്ന് പറയോ, ഒരു പെണ്ണുണ്ട് തുസല്ലിൽ മക്തൂബാത്ത്, ഫർദ് മാത്രം നിസ്കരിക്കുമല്ലേ, തഹജ്ജുദ് സുബഹി വരെ ഹയാത്താക്കുന്ന ആ രീതിയിലുള്ള പാതിരാവിന്റെ നിസ്കാരങ്ങളൊന്നുമില്ല, ആ ഫസ്റ്റ് എയ്ഡ് ഫർദുകളൊക്കെ നിസ്കരിക്കും, ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും കൈകെട്ടിയ സ്വതക്കം ചെയ്യും. പക്ഷെ അയൽവാസിയായിട്ട് നല്ല സ്നേഹത്തിലും സന്തോഷത്തിലുമാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ആ പെരുമാറ്റം കൊണ്ട് ആ പെണ്ണ് സ്വർഗാവകാശി എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്. ജീവിതത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, സ്വർഗത്തിൽ ഉന്നത ഭവനം തന്നെ ഉള്ളത് സൽസ്വഭാവിക. أنا الزعيم ببيت في ربض الجنة لمن ترك المراء وإن كان محقا وببيت في وسط الجنة لمن ترك الكذب وإن كان مازحا وببيت في أعلى الجنة لمن حسن خلقا. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. പുണ്യ നബി പഠിപ്പിച്ചു, ഞാൻ ഒരാൾക്ക് ഉറപ്പ് നൽകാണ്, സ്വർഗത്തിന്റെ താഴ്വാരത്തിൽ ഒരു കൊട്ടാരമുണ്ട്. അതാർക്കാണെന്നറിയോ? ലോകമാന്യത ഉപേക്ഷിച്ചവൻ. സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരമുണ്ട്. വർത്തമാനം പറഞ്ഞപ്പോൾ കളവ് വരാതെ സൂക്ഷിച്ചവൻ. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത സോപാനങ്ങളിൽ ഒരു കൊട്ടാരമുണ്ട്. അതാർക്കെന്നറിയുമോ? നല്ല പെരുമാറ്റം നടത്തിയ സൽസ്വഭാവിക്ക് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വിജയത്തിന്റെ 5ാമത്തെ അടയാളം ഞാൻ വേഗം പറയാം. ജനങ്ങൾക്ക് നന്മ ചൊരിയാ, ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കാം. സ്വന്തം ആഗ്രഹങ്ങളൊന്ന് പിന്നാവട്ടെ എന്ന് വെക്കാം. അവരേതായാലും വന്നാൽ അവർക്ക് കൊടുക്കാം.
ഖലീഫമാരുടെ ജീവിതത്തിലൊക്കെ വിശന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ നേരത്തെ യാചകർ വരുമ്പോൾ അത് അങ്ങ് എടുത്തു കൊടുക്കും. ഇവിടെ ഒന്നുമില്ല, പോന്നല്ല പറഞ്ഞത്. എന്നിട്ട് അവർ പട്ടിണി ഇരുന്ന് അതിന്റെ ആത്മീയ ആസ്വാദനം നടത്താം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കേട്ടോ, ഇമാം ബുഖാരി അടുത്ത സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. قال رسول الله صلى الله عليه وسلم لا يؤمن احدكم حتى يحب لاخيه ما يحب لنفسه. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മാത്രമുണ്ടായാൽ പോരാ, നമ്മുടെ സഹോദരനും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാതെ നമ്മുടെ ഖൽബിൽ ഈമാൻ വരൂല. നമ്മുടെ ഖൽബിലുള്ള ആഗ്രഹം നമുക്ക് മാത്രമുണ്ടായാൽ മതി. ഞാനും എന്റെ കെട്ടിയോളും പിന്നെ തട്ടാനും എന്നൊരു ചൊല്ലുണ്ട്. ഞാനും വേണം, എന്റെ കെട്ടിയോളും വേണം, പിന്നെ എന്റെ കെട്ടിയോൾക്ക് ആഭരണം ഉണ്ടാക്കാൻ ഒരു തട്ടാനും വേണം. അതാണ് എന്റെ അർത്ഥം. വേറെ ആരും വേണ്ട. അങ്ങനെയല്ല, നമ്മുടെ ഖൽബിലേക്ക് ഈമാൻ വരണോ. എന്നാൽ കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂടപ്പിറപ്പിന് സഹോദരന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാതെ നമ്മുടെ ഖൽബിലേക്ക് ഈമാൻ വരൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നതാ. ഭക്ഷണം ബാക്കി വന്നാൽ ഇല്ലാത്തവർക്ക് കൊടുക്കണം. വാഹനത്തിൽ സീറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കണം. അങ്ങനുണ്ട്. ഒരു കാലി വണ്ടി, ഒരു ഇന്നോവ ക്രിസ്റ്റ അങ്ങനെ പോവാ, 6 സീറ്റും അതിൽ ബാലൻസ്. ആ വഴിക്ക് പോണ ആരെങ്കിലും ഉണ്ടാവും. അവനൊന്നും ഇതിൽ കയറ്റാൻ പറ്റൂല. എത്ര നാളുണ്ടാവും ഇത്? കേട്ടോളൂ, ഒരു വാഹനത്തിൽ സീറ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കണേ, ജനങ്ങൾക്ക് നന്മ ചെയ്യണം എന്നാ പറഞ്ഞത്. വിജയത്തിന്റെ അടയാളത്. ഒരു ഹദീസ് കേട്ടോളൂ, ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. عن أبي سعيد الخدري رضي الله عنه قال بينما نحن مع رسول الله صلى الله عليه وسلم في سفر. ഞങ്ങൾ ഒരു യാത്ര പോവാണ് ഹബീബായ നബി തങ്ങളുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴുണ്ട് ജാഅ റജുലുൻ അലാ നാഖത്തിൻ ലഹു ഫജഅല യസ്രിഫുഹാ യമീനൻ വശിമാല. ഒരാള് ഒരു ഒട്ടകത്തിൽ വിശാലമായിട്ടിരിക്കണ്. അങ്ങനെ ഒരാൾ വരികയും ചെയ്തു. മൂപ്പര് ഒറ്റക്കുള്ളതിൽ വിശാലമായിട്ടിരിക്കുക, അങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക, അങ്ങനെ ആയിട്ട് മൂപ്പര് വിശാല വിസ്തൃതിയിൽ ഒട്ടകത്തിൽ സഞ്ചാരത്തിൽ മൂപ്പര് ഒറ്റയ്ക്കേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി, അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ലാ മൻ കാന ഇൻദഹു ഫളലു ലഹരിൻ ഫൽയഉദ് ബിഹി അലാ മൻ ലാ ലഹറ ലഹു. വാഹനമില്ലാത്തവർക്ക് വാഹനത്തിൽ സൗകര്യം കൂടുതലുള്ളവർ സൗകര്യം കൊടുക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണത്തിൽ സൗകര്യം കൂടുതലുള്ളവർ അത് ഇല്ലാത്തവരെ പരിഗണിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹാബി പറയാ, ഹത്താ വനന്നാ അന്നഹു ലാ ഹഖ്ഖ ലിഅഹദിൻ മിന്നാ ഫിൽ ഫദ്ലി. ബാക്കി വന്നതൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറയോന്ന് വരെ ഞങ്ങൾ പേടിച്ചുപോയി. അത്രത്തോളം മിച്ചമുള്ളത് പങ്കുവെക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കറി വെച്ചാൽ പോലും അയൽവാസിയെ പരിഗണിക്കണം. അബൂദർറേ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിം. കറി വെച്ചാൽ പോലും അയൽവാസിയെ പരിഗണിക്കണം. അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ വസിയത്ത് കേട്ടോളൂ, ഇദാ തബഖത മറഖൻ ഫഅക്സിർ മാഅഹു. റിവായത്തിൽ മറഖത്തൻ ഫഅക്സിർ മാഅഹ എന്നിട്ട് രണ്ടുമായി പറഞ്ഞിട്ടുണ്ട്. കറി വെച്ചാൽ അതിൽ ചാറ് കൂട്ടണം, ഇത്തിരി നീട്ടി വെച്ചോളണം. എന്ന് വെച്ചാൽ കർക്കിടക മാസത്തിലെ മഴ പെയ്ത പോലെ ആവരുത് കറി, അതിന്റെ ടേസ്റ്റ് കളയരുത്. ഒരു പരിഗണന വേണം. അത് കറി വെച്ചാലും ചോറ് വെച്ചാലും ഒക്കെ ഒരു പരിഗണന വേണം. എന്നിട്ടോ അയൽവാസിക്ക് മാന്യമായിട്ട് കൊടുക്കണം. അവിടെ ഉണ്ടോ ഇല്ലോ എന്നൊന്ന് അന്വേഷിക്കാൻ കൂടി വേണം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രസകരമായ ഒരു സംഭവം പറയാം. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, സ്വഹാബിക്കൊരിക്കൽ ഒരു ആട്ടിൻ തല കിട്ടി. എവിടെയോ ആടെടുത്തപ്പോ ഒരു ആടിന്റെ തല ഹദിയയായിട്ട്, ഞാൻ അവസാനിപ്പിക്കാണ്, മഹാനായ സ്വഹാബിക്ക് കിട്ടി. ഹദിയയായിട്ട് കിട്ടിയ ആട്ടിൻ തല സ്വഹാബി അടുത്ത വീട്ടിലേക്ക് കൈമാറി. ആ അടുത്ത വീട്ടുകാരൻ അതിനടുത്ത വീട്ടുകാരിലേക്ക് കൈമാറി. അവസാനം 7 വീടുകൾ അതിങ്ങനെ കറങ്ങി 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 കറങ്ങി
ആദ്യം അത് കൊടുത്തയച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് മദീന. ഇതാണ് മദീന. മഹാനായ ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഉഹദിയ ലിറജുലിൻ മിൻ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅസ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽപ്പെട്ട ഒരാൾക്ക് ഒരു ആടിന്റെ തല ഹദിയയായി കിട്ടി. ഫബഅസഹു ഇലൈഹിം, എന്നിട്ടോ മഹാനവറുകൾ അവിടുന്ന് തീരുമാനിച്ചു, ഇന്ന അഖീ ഫുലാനൻ വഇയാല, എന്റെ ആ അയൽവാസിയായ സഹോദരൻ, അവരുടെ കുടുംബം, അഹ്വജു ഇലാ ഹാദാ മിന്ന, നമ്മളെക്കാളും എന്തായാലും ഇത് കിട്ടിയ ഉപകാരം അവർക്കായിരിക്കും, അവർക്കത് വലിയ സന്തോഷവും, എന്ന് അവർക്ക് കൊടുക്കാന്ന് തീരുമാനിച്ചു. ഫലം ബിഹി വാഹിദുൻ ഇലാ ആഖിറ ഹത്താ തദാവലഹ സബഅത അബിയാത്, 7 വീട്ടിൽ അങ്ങനെ ഇതേ ചിന്താഗതി തന്നെ, എന്റെ സഹോദരനായിരിക്കും ഇത് കൂടുതൽ ഉപകാരപ്പെടാം, അപ്പുറത്തെ വീട്ടുകാർക്ക് കറങ്ങി 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 അവസാനം ഹത്താ റജഅതു ഇലാ ഉലൈക, ആദ്യം കൊടുത്തവരിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹശറിന്റെ ആയത്ത് അവതരിക്കുന്നതെന്ന് പറയുന്നു. സൂറത്തുൽ ഹശറിന്റെ ആയത്ത് ഇറങ്ങിയത് ഈ സംഭവത്തെ ബേസ് ചെയ്താണെന്ന് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. ഏതാണ് സൂറത്തുൽ ഹശറിന്റെ 9ാമത്തെ ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദീനക്കാരെ പറയാൻ, അവരുടെ ആർദ്രമായ സ്വഭാവത്തെ അവതരിപ്പിക്കാൻ, അവരുടെ ദാനശീലത്തെ, അവരുടെ സ്നേഹത്തെ പറയാൻ പരിശുദ്ധ ഖുർആൻ വല്ലദീന തബവ്വഉ الدار ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അൻസാറുകളെ കുറിച്ച് പറയാണ്, അവരിലേക്ക് ഹിജറ വന്ന മഹാന്മാരായ മുഹാജിറുകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ അൻസാറുകൾ. മാത്രവുമല്ല വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തം ആവശ്യങ്ങൾക്കപ്പുറം മറ്റുള്ളവന്റെ ആവശ്യങ്ങളെ പരിഗണിച്ചവരാ മദീനക്കാരായ അൻസാറുകളെന്ന് ഖുർആൻ. വിജയത്തിന്റെ 6ാമത്തെ അടയാളം ഞാൻ വിശദീകരിക്കുന്നില്ല. 6ാമത്തെ അടയാളം, മുസ്ലിമീങ്ങളെ പരിഗണിക്കണേ. അവനൊരു മുസ്ലിമായതിന്റെ പേരിലാ ഞാൻ അങ്ങനൊരു വികാരം നമ്മുടെ ഉള്ളിൽ വേണം, ഒരു മുസ്ലിം വികാരം വേണം, ഇസ്ലാമിനോടൊരു സ്നേഹം വേണം, സൗഹൃദം ഒക്കെ വേണം കേട്ടോ, അതതിൻ്റെ കൂടെ ഉള്ളതാണ്. എന്നാലും മുസ്ലിമീങ്ങളുടെ ഒരു പ്രത്യേക സ്നേഹം വേണം. മുസ്ലിമീ വർഗീയത പറയല്ലോ, വർഗീയത അല്ലത്. എന്നാലും നമ്മുടെ മതത്തിന്റെ ഒരു അംഗം എന്നൊരു സ്നേഹം എല്ലാവരുടെ ഉള്ളിലുണ്ടാവാറുണ്ട്. മറ്റുള്ളവരെ അകറ്റണം എന്നുള്ളതിനർത്ഥം, ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ ഒരു ആനുകൂല്യം, ഒരു പരിഗണന നമ്മൾ അവനോട് സ്നേഹത്തിൽ കാണിച്ചു, അവൻ മുസ്ലിം ആയതിന്റെ പേരിൽ. അത് ഈമാന്റെ അടയാളമാണ്, അത് വിജയത്തിന്റെ അടയാളമാണ്. ഒരു ഹദീസ് കേട്ടോളൂ. النعمان بن بشير صحيح مسلم قال رسول الله صلى الله عليه وسلم مثل المؤمنين في توادهم وتراحمهم وتعاطفهم مثل الجسد استكى منه عضو تداعى له سائر الجسد بالسهر والحمى. ശരീരം പോലെ ആ മുസ്ലിമീങ്ങൾ, ശരീരത്തിൽ ഒരു മുറിവ് വന്നാൽ ആ മുറിവിലെ വേദന കൊണ്ട് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ ഉറക്കമൊഴിക്കും. അതിന്റെ പേരിൽ വല്ല പനിയും വന്നാൽ ആ ഭാഗത്തിന് വേണ്ടി ശരീരത്തിന്റെ മൊത്തവും പനി അനുഭവിക്കും. അതാണ് ശരീരം. ആ ശരീരത്തെ പോലെ ആ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ വിശദീകരിക്കുന്നില്ല. വിജയത്തിന്റെ 7ാമത്തെ അടയാളം സമയബോധമാണ്. സമയം പാഴാക്കാനുള്ളതല്ല, സമയം പാഴാക്കാനുള്ളതല്ല. മുറാഅത്തുൽ അബ്ദി ലിഔഖാതിഹി. എവിടെയാ സമയമുള്ള? ആർക്കാ സമയമൊന്നുമില്ല കേട്ടോ. സമയം വളരെ തുച്ഛമായ സമയം കേട്ടോ. സമയം ഇത്രയേ ഉള്ളൂ കേട്ടോ. അദാനുൽ മർഇ ഹീന തുഫ്ലി യഅതി വതഅഖീറുസ് സ്വലാത്തി ഇലൽ മമാതി ദലീലുൻ അന്ന മഹ്യാഹു യസീറു കമാ ബൈനൽ ലദാനി ഇലസ്സലാത്തി. വാങ്ക് വിളിച്ചാൽ എപ്പോഴാ നിസ്കരിക്കേണ്ടത്? അപ്പൊ തന്നെ നിസ്കരിക്കണം. വാങ്ക് വിളിച്ചാൽ വേഗം നിസ്കരിക്കണം.
എന്നാൽ വാങ്ക് വിളിച്ചിട്ട് വേഗം നിസ്കരിക്കണമെന്ന് പറഞ്ഞ ആ വേഗം എത്രയോ ആ കുറഞ്ഞ സമയമാണ് നിന്റെ ജീവിതമെന്ന് മഹാന്മാര് പറയാണ്. വാങ്ക് വിളിച്ചാൽ നിസ്കരിക്കേണ്ടത് വേഗം നിസ്കരിക്കണം, അവ്വല് വഖത്ത് നിസ്കരിക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രായോഗികത. അങ്ങനെയാണ് വാങ്ക് വിളിച്ച ഉടനെ നിസ്കരിച്ചോളണം. എന്നാൽ വാങ്ക് വിളിച്ചിട്ട് നീ നിസ്കരിച്ചു തുടങ്ങുന്നതിന്റെ ഇടയിൽ ആ വേഗമെന്ന് പറയുന്നത് എത്ര തോതാണോ അത്രയേ ഉള്ളൂ നിന്റെ ആയുസ് എന്ന് മഹാന്മാര് പറയുന്നു. ഏതാണ് ആ വാങ്കെന്നറിയോ? നീ ജനിച്ചപ്പോ നിന്റെ ചെവിയിൽ കൊടുത്ത വാങ്കാണ്. ഏതാണ് ആ നിസ്കാരമെന്നറിയോ? വാങ്കും ഇഖാമത്തും ഇല്ലാതെ നിർവഹിക്കപ്പെടുന്ന ഒരു ഫർദ് നിസ്കാരമുണ്ട്, അത് മയ്യത്ത് നിസ്കാര. ആ നിസ്കാരത്തിന് വേണ്ട വാങ്ക് ഇഖാമത്ത് ആ ചെവിയിൽ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ഇടയില് ഒരു വേഗമെന്ന തോത്, വാങ്ക് വിളിച്ചാൽ വേഗം നിസ്കരിക്കണമെന്ന വേഗത്തിന്റെ തോത്. വാങ്ക് ഇഖാമത്തും കൊടുത്തിട്ടുണ്ട്, ഇഖാമത്ത് കൊടുത്താൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല, വേഗം നിസ്കരിച്ചോളണം. ആ വേഗത്തിന്റെ തോത് ഏതാ? അതാണ് നിന്റെ ജീവിതം. രണ്ട് ഇരുട്ട് കഴിഞ്ഞ് നീ വന്ന ഒരു വെളിച്ചത്തിന്റെ രണ്ട് ഇരുട്ടിന്റെ ഇടയിൽ നിനക്ക് കിട്ടിയ ഒരു ചെറിയ വെളിച്ചം. ഗർഭാശയത്തിന്റെ ഇരുട്ടും ഖബറിന്റെ ഇരുട്ടും, ഈ രണ്ട് ഇരുട്ടിന്റെ ഇടയിൽ നിനക്ക് കുറച്ചു നേരം കിട്ടിയ ഒരു വെളിച്ചമാണ് നിന്റെ ജീവിതം. രണ്ട് ദ്വാരങ്ങൾ, നജസ് മാത്രം പോകുന്ന രണ്ട് ദ്വാരങ്ങൾ. ആ രണ്ട് ദ്വാരങ്ങളിലൂടെ പുറത്തു വന്നവനാ നീ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമയമില്ല മോനെ, നിനക്ക് സമയമില്ല. ഹുവല്ലദീ ജഅല الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. ആരാണ് അല്ലാഹ്? സൂര്യനെ പടച്ചു അവൻ, ചന്ദ്രനെ പടച്ചു, സഞ്ചാര പദങ്ങൾ നിർണയിച്ചു. എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം അവൻ വെച്ചതെന്നറിയുമോ? ലിതഅലമൂ അദദസ്സിനീന വൽ ഹിസാബ്. സൂര്യനെ പറഞ്ഞു ആദ്യം, അത് ദിവസക്കണക്കാണ്. രണ്ടാമത് ചന്ദ്രനെ പറഞ്ഞു, അത് മാസക്കണക്കാണ്. നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും കണക്കുകൂട്ടി ദിവസവും മാസവും കണക്കുകൂട്ടി ജീവിച്ചോ? നിങ്ങളുടെ പ്രായം അറിയാൻ വേണ്ടി, നിങ്ങളുടെ സമയത്തിന്റെ ബോധം നിങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി. അതിനാണ് ഇതൊക്കെ പഠിച്ചതെന്ന് ഖുർആൻ. സമയബോധം ഉണ്ടെങ്കിൽ വിജയിക്കും എന്നതാണ്. സമയബോധം ഞാൻ അവസാനിപ്പിക്കുന്നു. ഭൂമിയിലെ സമയത്തിന്റെ വില എങ്ങനെയെന്ന് അറിയോ? ഭൂമിയിൽ 60 വയസ്സൊരാൾ ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ഏകദേശം 21,900 ദിവസം ജീവിക്കുന്നത്. അങ്ങനെ കണക്കൂട്ടി നോക്കും. ഒരു മാസം 30 ദിവസം കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 60 കൊല്ലം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ 21,900 ദിവസമാണ് ജീവിക്കുന്നത്. ആ ദിവസത്തില് ഓരോ ദിവസം 8 മണിക്കൂർ ഉറങ്ങിപ്പോയാൽ തന്നെ 1/3 തീർന്നു. 8 24 24 മണിക്കൂറിന്റെ 1/3 ഭാഗമാണ് 8 മണിക്കൂർ. ഉറക്കത്തിലൂടെ 8 മണിക്കൂർ ദിവസവും തീരാണെങ്കിൽ തന്നെ അവിടെ ഒരു മനുഷ്യന് 60 കൊല്ലത്തിൽ 20 കൊല്ലം ഉറക്കായിട്ട് പോവാം. പിന്നെ ബാക്കിയുള്ളത് 14,600 ദിവസം ഉള്ളത്. അഥവാ 40 ദിവസം, 40 വർഷം, 14,600 ദിവസം അഥവാ 40 കൊല്ലം. അതിൽ നമുക്ക് കുട്ടിക്കാലവും പഠനവും വിനോദവും ഒക്കെ ആയിട്ട് ഒരു 25 വയസ്സ് അങ്ങോട്ട് പോകും. ബാക്കിയുള്ളത് വെറും 15 കൊല്ലാണ്. അതിൻ്റെ അകത്ത് ജോലി നോക്കണം, കുടുംബം നോക്കണം, നാടിന് വേണ്ടി പ്രവർത്തിക്കണം, രാഷ്ട്രീയം, ഇതെല്ലാം വയലൊരുപാടി വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം, പള്ളിയിലെ കമ്മിറ്റിക്കാരനാവണം, ഒക്കെ കൂടിയിട്ട് ബാക്കി 15 കൊല്ലം. എവിടെയുള്ളത്? ഒരു സ്ഥലത്തുമില്ല. മനുഷ്യൻ കാലത്തെ തന്നെയാണ് സത്യം, സമയത്തെ തന്നെയാണ് സത്യം. മനുഷ്യൻ പരാജയത്തിലാണ്. ഉപയോഗപ്പെടുത്തിക്കോളാൻ പരിശുദ്ധ ഖുർആൻ. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം, ഒരാൾക്കും സമയത്തെക്കുറിച്ച് ഒരു ധാരണയില്ലല്ലോ. നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. സ്വഹീഹുൽ ബുഖാരി. 2 അനുഗ്രഹങ്ങളിൽ മനുഷ്യർ വഞ്ചിതരാണ്. ഒന്ന് സമയമാണ്, 2 ആരോഗ്യം എന്ന് പുണ്യനബി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് ചെയ്താൽ നാളെ നമുക്ക് കൂലിയാണ്, ഇന്ന് ചെയ്താൽ നാളെ കൂലിയ. അങ്ങനെ പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു, അങ്ങനെ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരി പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ദുനിയാവ് വണ്ടി വിട്ടിട്ടുണ്ട്, ആഖിറത്ത് ദുനിയാവ് അവിടെ നിന്ന് വിട്ടുപോയി, ആഖിറത്ത് ഇങ്ങോട്ട് വരാണ്. അതുകൊണ്ട് ഇന്ന് ചെയ്താൽ നാളെ കാണാമെന്ന് സയ്യിദുനാ അലി. ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ വർതഹലത്തിൽ ആഖിറ മുഖ്ബില വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ. ദുനിയാവിന്റെ വണ്ടി ഇങ്ങനെയും വിട്ടു, ആഖിറത്തിന്റെ വണ്ടി ഇങ്ങോട്ടും വിട്ടു. ആഖിറത്തിന്റെ വണ്ടി കയറുന്ന കുട്ടികളാവണം നിങ്ങളെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഒരു സമയവും കളയാനില്ല. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ഒരു ഈത്തപ്പന നട്ടു. എവിടെ? സ്വർഗത്തിൽ. നമ്മൾ വാങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളുടേത് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയ, നമ്മൾ അവിടെ നേരത്തെ കൊണ്ടേ കശുമാവ് വെക്കും, തെങ്ങ് വെക്കും, അങ്ങനെ പലതും വെക്കുന്നതേ. നമ്മുടേതായ ഒരു പ്രോപ്പർട്ടി ഒരു സ്ഥലത്ത് റെഡി ആയിട്ടുണ്ട്. അള്ളാഹു തരട്ടെ, അത് സ്വർഗാണ്. എന്നാ അവിടെ ഇനി കുറച്ച് ഈത്തപ്പന നട്ടാലോ? ഒരു സുബ്ഹാനല്ലാഹ് അവിടെ ചൊല്ലിയാൽ മതി. അവിടെ ഒരു ഈത്തപ്പന എന്ന് പുണ്യനബി കേട്ടോളൂ. ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, ഈ ദിക്ർ ഒരു വട്ടം ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അങ്ങനെ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, ഈ ദിക്ർ ഒരു വട്ടം ചൊല്ലിയാൽ ഗുരിസത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന. തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. സ്വർഗ്ഗത്തിൽ അവന്റെ പറമ്പിൽ ഒരു മരം അല്ലാഹു നട്ടു. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, വിജയത്തിന്റെ 7 അടയാളങ്ങൾ ജീവിതത്തിൽ ഞങ്ങളിൽ കാണണം, നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒന്നുകൂടി പറയാം, ആരാധനകൾ ഭാരമില്ലാത്ത അവസ്ഥ, ആരാധനകളോട് ഭാരം തോന്നാതിരിക്കുക ഒന്നാമത്തെ അടയാളം. വിജയത്തിന്റെ 2ാമത്തെ അടയാളം, സുന്നത്തുകൾ പാലിച്ചേ ജീവിതം ക്രമീകരിക്കൂ. 3ാമത്തേത് നല്ലവരോടാ കൂട്ടുകൂടൂ. 4ാമത്തേത് സൽസ്വഭാവമായിരിക്കും എപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുക. 5ാമത്തേത് ആളുകൾക്ക് മതം മറന്നുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനവും ജനങ്ങൾക്കുള്ളതായ ഒരു നന്മ ചൊരിയലും. 6ാമത്തെ അടയാളം മുസ്ലിമീങ്ങളെ പ്രത്യേകം പരിഗണിക്കലും. 7ാമത്തേത് സമയബോധമുണ്ടാവലുമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ, അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. പലരും ഒരുപാട് ഖത്മും സലാത്തും ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എന്തെല്ലാം ഉദ്ദേശത്തോടു കൂടെയാണ് അവർ ചൊല്ലിയത്? മരണപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിൽ റബ്ബേ അവരുടെ ഹദറത്തിൽ അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. പടച്ചവനെ, എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറാനാണെങ്കിൽ, രോഗങ്ങൾ ശിഫയാവാനാണെങ്കിൽ നീ ഇടപെടണേ അല്ലാ. പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ ഖൈർ നൽകുക അല്ലാ. ഈ സദസ്സിൽ വന്നിരിക്കുന്നവരിൽ റബ്ബേ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കുക അല്ലാ. അല്ലാഹുവേ മക്കളുടെ വിവാഹങ്ങൾ പലരുടെയും വൈകുന്നു. വിവാഹപ്രായമായവർക്ക് അനുയോജ്യ ബന്ധങ്ങൾ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ആഖിബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറ നസീബാക്കണേ അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.